അമ്മാവൻ കുറേ നേരം സംസാരിച്ച ശേഷം ഫോൺ വെച്ച് അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ കുട്ടിയുടെ ഉപ്പാക്കാണ് വിളിച്ചത്. അവർക്ക് ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ദിവസം നോക്കി പെട്ടെന്ന് തന്നെ നിക്കാഹ് നടത്താം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഷാഫി നെടുവീർപ്പിട്ട് പറഞ്ഞു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അവർക്കത് നടത്തണമെന്ന് പറയാനുള്ള അവകാശമൊന്നുമില്ല. പയ്യൻ്റെ വീട്ടുകാരാണ് ഈ മിഠായി കൊടുക്കലിൻ്റെ പിന്നിൽ എല്ലായിടത്തും ഉണ്ടാവുക. അയൽവാസികളോ കുടുംബക്കാരോ ചെയ്യുന്നത് കണ്ട് നമ്മുടെ വീട്ടിൽ വേണമെന്ന് വാശി പിടിക്കുന്നവർ ആരെങ്കിലും പയ്യൻ്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടത്തി കൊടുക്കേണ്ടി വരും. നിക്കാഹിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ നൽകുന്ന മഹറിനെ കുറിച്ച് മാത്രമാണ്. അത് കുട്ടിയോട് സംസാരിച്ച് സമ്മതം ആണെങ്കിൽ മാത്രം നിക്കാഹ് നടത്താം. എന്നെക്കൊണ്ട് നൽകാൻ കഴിയുന്ന മഹർ ഞാൻ പറയാം. അതവരെ അറിയിച്ച് വിവരം പറയാൻ പറ. ഇടയ്ക്ക് ഉപ്പ ചോദിച്ചു, അപ്പോൾ പണ്ടം എത്രയാണ് നീ പ്രതീക്ഷിക്കുന്നത്? ഞാൻ അവരുടേത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ഞാൻ കുട്ടിയെ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ നോക്കും, സംരക്ഷിക്കും എന്ന് മാത്രമേ പറയുകയുള്ളൂ. ഉപ്പാക്ക് നിർബന്ധമുണ്ടോ അവരുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങി ഇവിടെയുള്ള അലമാരയിൽ വെച്ച് പൂട്ടാൻ? എനിക്കെന്ത് നിർബന്ധം? അവരെന്തെങ്കിലും തരണമെങ്കിൽ ഇപ്പോൾ പറയണം. ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവർ എന്തെങ്കിലുമൊക്കെ കരുതി കാണും. ചോദിക്കാതെ തരുന്നവരുമുണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ചില്ലെന്ന പേരിൽ അവരെങ്ങാനും തരാതിരുന്നാൽ പിന്നീട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മാത്രവുമല്ല, വല്ലതും കിട്ടിയാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമാണ് അത് ഭാവിയിൽ ഉപകരിക്കുക. അതുകൊണ്ട് ഒരു പിതാവായ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. നിനക്ക് അതൊന്നും വേണ്ട എന്നാണ് നിൻ്റെ നീയത്തെങ്കിൽ ഞാൻ എതിര് നിൽക്കുകയും ഇല്ല. നല്ലതല്ലാത്ത ഒന്നും എൻ്റെ മോൻ ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അടുത്തിരുന്ന് ഇതെല്ലാം കേൾക്കുന്ന ഉമ്മാക്ക് അവർ പറഞ്ഞതിനോട് എതിർപ്പുള്ളതുപോലെ പറഞ്ഞു, ഷാഫി, ഇപ്പോൾ അവരുടേതൊന്നും വേണ്ടാന്നൊക്കെ തോന്നും. പിന്നീട് വല്ല ആവശ്യവും വരുമ്പോൾ നിനക്കത് മനസ്സിലാവും. എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് സ്വന്തമായി ഒന്നും എടുക്കാനില്ലാതെ വന്നാൽ അപ്പോൾ ആലോചിക്കും, ഓ, എൻ്റെ ഭാര്യയ്ക്ക് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ആരുടെയും കാത്തു നിൽക്കാതെ അതെടുക്കാമായിരുന്നു എന്നൊക്കെ. അതുകൊണ്ട് ചോദിക്കാതെ ഇരിക്കുകയൊന്നും വേണ്ട. നിനക്ക് അർഹതപ്പെട്ടതല്ലേ? ഷാഫി പറഞ്ഞു, അതൊന്നും വേണ്ട ഉമ്മ. നമുക്ക് അന്തസ്സായി ജീവിക്കാൻ ഉള്ളത് പടച്ചോൻ തന്നിട്ടുണ്ട്. അതിൽ ബർക്കത്ത് ഉണ്ടായാൽ മതി. മാമ, നിങ്ങൾ അവരോട് നമുക്ക് പറ്റിയ ദിവസവും മഹറായി ഞാൻ നൽകുന്ന ഗോൾഡും അറിയിച്ച് സമ്മതമാണേൽ കുട്ടിക്ക് എന്ന് ചോദിച്ചു നോക്കി വിവരം അറിയിക്ക്. ശരി ഷാഫി, ഞാൻ നാളെ അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങോട്ട് വരാം, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് അമ്മാവൻ പുറത്തേക്കിറങ്ങി. അന്ന് രാത്രിയാണ് ഷാഫിയുടെ മൊബൈലിലേക്ക് അന്ന് വിളിച്ച അതേ നമ്പറിൽ നിന്നും അവൾ വീണ്ടും വിളിക്കുന്നത്.